അപ്പൊ ഗൈസ്, അപ്പോ ഇന്നൊരു ഡയറി കളക്ഷനുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഡയറി കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, ഞാൻ മാത്രം ഡയറി കളക്ഷൻ ആണ്. ഒരുപാടുണ്ട്. ഒരു 2006 മുതലുള്ളതാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഞങ്ങള് എല്ലാം ഇല്ല, കുറച്ച് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡയറി ഒക്കെ നോക്കുന്ന സമയത്ത് ഞങ്ങളിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ എന്താ പറയാ, ഈ ഡയറി ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. ഞാൻ നോക്കിയതല്ല, ഇയാൾ നോക്കി. അപ്പം ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറി എന്ന് പറഞ്ഞത് ഈ ഒരു ഡയറി 2006 ഡയറിയാണിത്. അത് ഏറ്റവും ഫസ്റ്റത്തെ, ഐ മീൻ ഈ കൂട്ടത്തില് ഏറ്റവും ഡയറിയാണ്. പണ്ട് തൊട്ടേ ഡയറി എഴുതുക. ഞാൻ പൊതുവേ ഡയറി എഴുതാറില്ല. അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഡയറി എഴുതും, എല്ലാവരും ഡയറി എഴുതും. ഈ വീട്ടില് ഞാൻ മാത്രമേ ഡയറി എഴുതാറുള്ളൂ. അങ്ങനെ ഒരു ഹോബി. ഇത് എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡയറി. സോറി, 2024 ഡയറിയാണ്. ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഒക്കെ ആയിട്ട് നല്ല ഒരു ചെറിയ ഡയറി. ഈ ഒരു ഡയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്കാർക്കും സെയിം ഡയറി ഉണ്ടായിരുന്നു, 3 എണ്ണം. പക്ഷെ എന്റെ ഡയറി ഒക്കെ എവിടെയോ പോയി. ഇത് പക്ഷേ നല്ല എന്താ പറയാ, ഇത് പാപ്പ മേടിച്ചെന്ന ഡയറി ആയിരുന്നു. 2006 കാസർഗോഡ് ഞങ്ങൾ അവിടെ കാസർഗോഡ് പോയപ്പോൾ അവിടുന്ന് പാപ്പന് അവിടുന്ന് നിന്നല്ലേ, അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഉള്ള ഡയറി ആയിരുന്നു ഇത്. അപ്പം ഇതിലെ മെമ്മറീസ് ഒക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. പൊതുവെ മറ്റുള്ളവരുടെ ഡയറി വായിക്കാൻ പാടില്ല, പക്ഷെ കുറെ കുഴപ്പമില്ലാത്തതുകൊണ്ട് മാത്രത്തെ മെമ്മറി ഒക്കെ എടുത്ത് നോക്കാൻ അതുകൊണ്ട് ഞാൻ കൊടുത്തു. അല്ലെങ്കിൽ ഞാനൊന്നും ഇതൊന്നും തൊടിക്കാറില്ല, ഞാൻ എല്ലാം ലോക്ക് ചെയ്യാറുണ്ട്. എന്താ പറയാ, ഒന്നും പുറത്തൊന്നും ഉണ്ടാവാറില്ല, ഒരു ഡയറി പുറത്തുണ്ടാവാറില്ല. പക്ഷെ ഇത് വളരെ ചെറിയ ടൈമിലുള്ള ഡയറി ആയതുകൊണ്ട് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം ഇന്ന് അച്ഛൻ 4 നോട്ട്ബുക്ക് മേടിച്ചു. ഇന്ന് ഞാൻ സ്റ്റൈലാക്കിയാണ് ട്യൂഷന് പോയതൊക്കെ സ്റ്റൈലാക്കിയിട്ടാണ് ആണെന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇന്ന് ഫാദർ സിസ്റ്ററിന്റെ നെയിം സ്ലിപ്പ് വാങ്ങിക്കൊടുത്തു. ഷെയർ എനിക്കും തന്നു. ഈ ഷെയർ എനിക്കും തന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഈ നെയിം സ്ലിപ്പ് പറഞ്ഞപ്പോഴാണ് ഒരു മെമ്മറി ഈ നെയിം സ്ലിപ്പിലുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, പണ്ട് ഞാൻ നല്ല ചെറുതാകുമ്പോ ഇവള് 5-ലൊക്കെ പഠിക്കുക. ഞാൻ ഒരു അംഗൻവാടി അല്ല, ഞാൻ ഒരു 1-ലൊക്കെ പഠിക്കുമ്പോഴല്ലേ ഈ എങ്ങനെ പറഞ്ഞത്, അല്ല 1-ലൊക്കെ പഠിക്കുമ്പോഴോ, ഞാനൊരു 6 അംഗൻവാടിയിലൊക്കെ പഠിക്കുമ്പോഴോ, അല്ല 1-ലോ 6-ലൊക്കെ പഠിക്കുമ്പോഴോ, 1-ലോ 6-ലൊക്കെ പഠിക്കുമ്പോഴോ ഇവളടുത്ത് കുറെ നെയിം സ്ലിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്നും എനിക്ക് തരൂല. എന്നിട്ട് ഇവളിങ്ങനെ, ഇവക്കൊരു സാങ്കല്പിക ഒരു കഥാപാത്രം ഉണ്ട്. എന്താ വെച്ചാല്, എനിക്കിങ്ങനെ നെയിം സ്ലിപ്പ് കാണിച്ചു തരും. എന്നിട്ട് പറയും, ഇതൊക്കെ എനിക്ക് നെയിം സ്ലിപ്പായിട്ട് തന്നതാണ്, നെയിം സ്ലിപ്പായിട്ട് എനിക്ക് തന്നതാണ് ഇത് എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോകും. അപ്പൊ എന്നിട്ട് പറയും, കുറച്ചേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് പറയും, ഞാൻ ഇനി പോട്ടെ, ഞാൻ നെയിം സ്ലിപ്പായിട്ട് വീട്ടിലേക്ക് പോട്ടെ, അവിടുത്തെ നെയിം സ്ലിപ്പ് മേടിക്കണം, നെയിം സ്ലിപ്പായിട്ട് നെയിം സ്ലിപ്പ് വരുന്നത്. അപ്പൊ ഞാൻ പറയും, ഇന്ന് ഞാനും വരട്ടെ, ഞാനും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളടുത്ത് ഇങ്ങനെ നെയിം സ്ലിപ്പ് മേടിക്കണ്ടല്ലോ, എനിക്ക് നെയിം സ്ലിപ്പ് നേരിട്ട് മേടിക്കാനോ വിചാരിച്ചു. പക്ഷെ ഞാൻ സമ്മതിക്കൂല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എന്റെ ഒരു ടെറിട്ടറി ഉണ്ട്, അതുവരെ മാത്രമേ ഞാൻ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പോകില്ല, വീടിന്റെ ഒരു കോർണർ വരെ അല്ലേ. അപ്പൊ ഞാൻ അതുവരെ പോയി നിൽക്കും. ഈ വഴി ഏതാന്ന് പറഞ്ഞാൽ നമുക്ക് പോവല്ലോ, പക്ഷെ ഞാൻ അത് കടന്നു പോകും. എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു കുറെ ദൂരം പോകാൻ, പക്ഷെ എനിക്കില്ലായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നിട്ട് എനിക്കൊരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് പോകാനേ പറ്റൂലായിരുന്നു. അപ്പൊ എന്നിട്ട് അതാണ് ഇപ്പൊ ഈ നെയിം സ്ലിപ്പ് നോക്കിയപ്പോ മനസ്സിലോർമ്മ വന്നൊരു മെമ്മറി ഏതാണ്. ഞാൻ പറയും, നെയിം സ്ലിപ്പായിട്ട് എനിക്ക് മാത്രമേ നെയിം സ്ലിപ്പ് തരുള്ളൂ. വീട്ടിൽ നിന്ന് മേടിച്ചു തന്നെ ആയിരിക്കും ഞാൻ, പക്ഷെ കാണാതെ എടുത്ത് വെക്കും, എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇത് നെയിം സ്ലിപ്പാണ്, ഇത് എടുത്തോ, ഒരു നെയിം സ്ലിപ്പ് ഒക്കെ തന്നിട്ട് എനിക്ക് നെയിം സ്ലിപ്പായിട്ട് സൈക്കിളൊക്കെ ഉണ്ട്, സൈക്കിളിലാണ് വരിക, നെയിം സ്ലിപ്പ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നല്ല രസമായിരുന്നു. ഇന്ന് ഞാൻ സിസ്റ്ററിന്റെ ഡയറി വായിച്ചു. അതൊക്കെ അപ്പൊ എനിക്ക് മാത്രമല്ല ഡയറി വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതോടെ അറിയില്ല. പക്ഷെ അത് ഞാൻ ആ ചെയ്തതിൽ വലിയൊരു പ്രശ്നം പറ്റിയെന്താന്ന് വെച്ചാൽ, അതോടുകൂടി അവള് ഡയറി എഴുതുന്നത് നിർത്തി, ആ പരിപാടിയെ നിർത്തി. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് എഴുതിയ ഡയറി. ഞാൻ നല്ലൊരു വായനക്കാരിയായിരുന്നു. ഇത് ഞങ്ങൾ 3 പേരുണ്ട്, 3ാമത്തെ ആളെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് നന്ദുവിനും കിങ്ങിണിക്കും
ബാഗ് വാങ്ങി. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഇത് രേഷ്മ പറഞ്ഞു കൊടുങ്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്, ബട്ട് ഉണ്ടായില്ല. ഇതിലെന്താ ഇനിയും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം നോക്കട്ടെ. ഇതിൽ കുറെ പിന്നെ പാട്ടുകളാണ് കേട്ടോ, കുറെ ഉള്ളത് പാട്ടാണ്. പഠിക്കാൻ വേണ്ടി ആ ടൈമില് പാട്ടല്ലേ? അയ്യാ അങ്ങനെ കുറെ സ്റ്റെപ്പ് അല്ലേ? അതെ അതെ. ഇന്ന് മാമി എന്നോട് പറഞ്ഞു മാമിയുടെ വീട്ടിൽ നിൽക്കാൻ പോകാൻ. ഇന്ന് എല്ലാം ഇങ്ങനെ വായിച്ച് നോക്കണമെന്നില്ല. അല്ല എന്നാലും കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാനും സ്വാതി അച്ഛനും കൂടി ടൗണിൽ പോയി. ഇന്ന് എനിക്ക് വാച്ച് വാങ്ങി. ഞാൻ ഇന്ന് വീണ്ടും കൈക്ക് ഇത്തിരി ഇന്ന് ഞാൻ വീഴും, കൈക്ക് ഇത്തിരി പരുക്കുണ്ട്. ഈ വാച്ച് ഓർമ്മണ്ടോ? ഡോൾഫിന്റെ ഞാൻ 3ൽ വേണം തോന്നുന്നു പഠിക്കണത്. രണ്ടാം ക്ലാസ്സിലാണ്. അല്ല, എനിക്ക് ആ ടൈമില് വേറൊരു ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴല്ലേ ഡ്രസ് ഇട്ടിട്ട് ഓടിയത്. അല്ല, ഇത് നമ്മൾ 3 കൂടി ഒരുമിച്ച് പോയത്. ഒരുമിച്ച് ടൗണിൽ പോയി. എന്നിട്ട് ഇവർക്ക് ആ ഡോൾഫിന്റെ വാച്ച് മേടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സിൽവർ വാച്ച് ആയിരുന്നു. അതില് പച്ച ഒരു കളറുള്ള കൊറേ എല്ലാ ഡോൾഫിനും കൂടി കണക്ട് ചെയ്ത് നല്ല വാച്ചായിരുന്നു. അത് വെറൈറ്റി വാച്ചായിരുന്നു. ഇന്ന് വലിയ വിഷുവാണ്, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടായില്ല. എന്റെ ഡ്രസ്സ് പറ്റില്ലായിരുന്നു. അന്നൊക്കെ എല്ലാ വിഷുവിനും ഓരോന്ന് ഡ്രസ്സ് എടുക്കായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാ വിഷുവിനും അങ്ങനെ പോയിട്ട് എടുക്കാറില്ല. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ പോയിട്ട് എടുക്കും. ഇന്ന് തെയ്യം കാണാൻ പോകണമെന്ന് പറഞ്ഞു, പക്ഷെ കഴിഞ്ഞില്ല. അതായത് അത് ഞങ്ങൾ കണ്ണൂരായിരുന്നു, അതായത് മേമാരി വീട്ടിലായിരുന്നു. ഞങ്ങൾ കാസർഗോഡ് പോകാൻ വേണ്ടി നിന്നതായിരുന്നു. എന്നിട്ട് പാപ്പൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബദിയെടുക്കയില്. അപ്പം അവിടെ പോകാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പം നേരെ മേമാരി വീട്ടിൽ പോയി, കണ്ണൂർ പോയി, പാപ്പ കാസർഗോഡ്. എന്നിട്ട് ഒരു ദിവസം അവിടെ നിന്നു. എന്നിട്ട് അതിന് പിറ്റേന്ന് കാസർഗോഡേക്ക് പോയി. ആ വെക്കേഷൻ ഫുള്ള് കാസർഗോഡായിരുന്നു. 1 മാസം ഞങ്ങള് അവിടെ കാസർഗോഡായിരുന്നു. അടിച്ചു പൊളിച്ച് അടിപൊളിയായിരുന്നു. ഇതിലെന്താണുള്ളത്? നാളെ ഞങ്ങൾ ബേക്കൽ കോട്ട പോകും. മറ്റു വിശേഷമൊന്നുമില്ല. ഇന്ന് ബേക്കൽ കോട്ട കാണാൻ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബീച്ചിൽ പോയി രസതന്ത്രവും കണ്ടു. അന്ന് രസതന്ത്രം സിനിമ. പിന്നെ അതിന്റെ കൂടെ തന്നെ അന്ന് പച്ചക്കുതിര ഉണ്ടായിരുന്നു, രസതന്ത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് രസതന്ത്രം എന്ന് പറഞ്ഞു അല്ലേ? രണ്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ പച്ചക്കുതിര ആ ഒരു സമയത്ത് ഒരു നല്ലൊരു. പക്ഷെ ഞങ്ങള് 2 സിനിമ ഉണ്ടായിരുന്നു. ഏതിന് വേണം അപ്പൊ വെറുതെ ഒരു പേര് പറഞ്ഞ ആ സിനിമയ്ക്ക് പാപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അല്ല ഫ്രണ്ട് ഓരൊക്കെ പച്ചക്കുതിരക്ക് പോയി. ഞങ്ങള് രസതന്ത്രത്തിന് കയറി. ഇന്ന് ബേക്കൽ കോട്ട പോയി. ഈ സ്ഥലം വളരെ മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബേക്കൽ കോട്ടയിൽ നിന്ന് ഞാൻ കല്ലെടുത്തു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, എവിടെന്നെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ അവിടുത്തെ കല്ല്. ഞാൻ പണ്ട് പോയിട്ട് കന്യാകുമാരി ടൂർ പോയിട്ട് ആറുന്ന് പോയിട്ട് അവിടുത്തെ മണ്ണെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ എവിടുന്ന് അറിയാം, നമ്മളെ സ്ഥലം ഞാൻ പറഞ്ഞില്ല, അവിടെ നല്ല പഞ്ചസാര മണലുണ്ടായിരുന്നു. അത് കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നു ആ മണ്ണ്. ഇനി അങ്ങനെ ഉണ്ടോ? വേറെ ഒന്നും എടുത്തുകൊണ്ട് വരുന്നല്ല, എന്തെങ്കിലും കല്ല് മണ്ണ് അങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ എനിക്ക് പണ്ടൊരു ബിയേർഡായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ബിയേർഡല്ല, ഒരു ഹാബിറ്റ് അല്ല, ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ഈ ന്യൂ ഇയർ ഒക്കെ ആവാൻ നിൽക്കൂലേ, അപ്പൊ ഞാൻ അതിന് ന്യൂ ഇയറിന്റെ തലേന്ന് ഇവിടുത്തെ വെള്ളമൊക്കെ എടുത്തിട്ട് കുപ്പിയിലേക്ക് എടുക്കും. അതുപോലെ കുറച്ച് കല്ല് മണ്ണ് അതൊക്കെ എടുത്ത് വെക്കും. എന്തിനാന്നറിയോ? അങ്ങനെ പറയാൻ വേണ്ടിട്ട് എല്ലാ കൊല്ലം അങ്ങനെ എടുത്ത്. ഞാൻ എന്തിനാ അങ്ങനെ എടുത്ത് വെച്ചത് എനിക്കെന്നെ അറിയില്ല. നല്ല നല്ല രസമുണ്ട്. അതെ അതെ. പിന്നെ അത് വിട്ടു, പെട്ടെന്ന് തന്നെ വിട്ടു. അത് നന്നായി, വളരെ നന്നായി. ഇനി ഒരു ദിവസം കൂടി കാസർഗോഡ്. ഇന്ന് സത്യേട്ടന്റെ വീട്ടിൽ പോയി. അവിടെ മുയൽ വരാറുണ്ട്. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുയലൊക്കെ മുള്ളമ്പന്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങും. അപ്പൊ അവരെ വീട്ടിൽ പോയപ്പോ അവര് പറഞ്ഞു അവിടെ ഇങ്ങനെ വരലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ കുറെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ കാസർഗോഡിൽ നിന്നും വിടവാങ്ങി. പാപ്പന് വോട്ട് ചെയ്യണമായിരുന്നു.
ഭയങ്കര എന്താ പറയാ നല്ലൊരു മെമ്മറി ഉള്ള ഒരു നല്ലൊരു വെക്കേഷൻ ആയിരുന്നു അവിടെ. ഞങ്ങൾ മാത്രമുള്ളായിരുന്നു. പാപ്പൻ, ഞാൻ, ചിഞ്ചു, പൊന്നു, കുട്ടാപ്പി ഞങ്ങൾ നാലുപേരുള്ളൂ. അത് പാപ്പൻ രാവിലെ ഓഫീസിൽ പോകും. പിന്നെ ഞങ്ങള് അതെ അതെ അതെ. അതിൽ കൊറേ ആ ഫ്രിഡ്ജ് നിറയെ കൊറേ ചോക്ലേറ്റ് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, ചോക്കോബാർ, അങ്ങനത്തെ കുറെ ഐറ്റംസ് നമുക്ക് ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള ഐറ്റംസ്. ഒരു ഫാൻസി വേർഡ് ആയിരുന്നു ആലിസ് ഇൻ വണ്ടർലാൻഡ് അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ കുറെ പാപ്പൻ എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോവുക. രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സിനിമ ഉണ്ട് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് ഒരു പണിയില്ല. രാവിലെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുക, പിന്നെ ജ്യൂസ് കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, സിനിമ കാണുക. അതായിരുന്നു ശരിക്കും വെക്കേഷൻ അല്ലേ. സംഭവം ഞങ്ങൾ കളിക്കാനോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ആരായിട്ട് പരിചയമില്ല. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പരിചയമില്ല. ഞങ്ങൾ ഈ റൂമിന്റെ ഈ ക്വാർട്ടേഴ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ പാപ്പ വരുമ്പം വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു പൊളിച്ച്, പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ വേറെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ അവിടുത്തെ നായ അർജുൻ എന്ന് പറഞ്ഞൊരു നായ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു CD അപ്പൊ അതിലെ അർജുൻ വിളിക്കും. അതിനെങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഒരു ചെറിയ നായ്ക്കുട്ടിയായിരുന്നു അർജുൻ. അതുപോലെ അവിടുത്തെ സെറ്റപ്പുകളും ഭയങ്കര ഡ്രീമി ആയിരുന്നു. ഭയങ്കര പൈപ്പ്, വീട്ടിലൊന്ന് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പൈപ്പ്, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ TV, അതൊക്കെ ഭയങ്കര ഒരു ഷവറിൽ കുളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പണ്ട് ഞങ്ങള് ഈ കവറിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഷവറാക്കി കുടി. അതുപോലെ മഴ പെയ്യുമ്പോ ഞങ്ങൾ അവിടെ ഒരു ഇതുണ്ട്, ഓടിന്റെ അവിടെ ഉള്ളൊരു ശരിയാണ്, ഒരു വെള്ളം വരുന്ന ഒരു കോർണർ ഉണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് വെള്ളം വരും, നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകും. അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും. സംഭവം അവിടുന്ന് ഈ എലിയൊക്കെ ആ വെള്ളമൊക്കെ വരും. എന്നാലും അതൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ. ഇപ്പൊ ഞാൻ ഷവർ ഉണ്ടായിട്ട് പോലും ഞാൻ ഷവറിൽ കുളിക്കാറേ ഇല്ല. അന്ന് എന്നിട്ട് കൊറേ മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡയറക്റ്റ് അത് കൊറേ ടൈം ഇങ്ങനെ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെ അവിടുത്തെ ആയിരുന്നു. അതൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു വിശേഷങ്ങളൊക്കെ. പിന്നെന്താ, പിന്നെ ഗജനി സിനിമ കണ്ടു. നാളെയാണ് May 5 ട്യൂഷൻ തുടങ്ങുന്നത്. ട്യൂഷന് പോകണം. എല്ലാവരും കൂടി രസികൻ സിനിമ കണ്ടു. നല്ല പടമായിരുന്നു. 2007 അല്ലേ ഞാൻ 10th. 2006 ഇത് വെക്കേഷന്റെ അല്ലേ. അപ്പൊ ഞാൻ 4 ഈ 9 ഇവര് 10. ഇന്ന് എന്റെ പിറന്നാളാണ്. രാവിലെ നേരെ വൈകിയാണ് അമ്പലത്തിൽ പോയിരുന്നത്. 8 മണിക്ക് എല്ലാ വീട്ടിലും മിഠായി കൊടുത്തു. ഇന്ന് വൈകുന്നേരം അച്ഛൻ TV വാടകയ്ക്ക് കൊണ്ടുവന്നു. ഈ TV ഞങ്ങളെ വീട്ടില് TV ഇല്ലാന്ന് പറഞ്ഞില്ല. അപ്പൊ ആ ഒരു സമയത്ത് എന്താ പറയാ, ഞങ്ങള് ഈ TV വാടകയ്ക്ക് എടുക്കുക ചെയ്യാം. എന്നിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് ഭയങ്കര ഒരു TV വാടകയ്ക്ക് എടുക്കുകയൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ഈ വെക്കേഷന്റെ സമയമൊക്കെ ആകുമ്പോഴും അല്ലാതെ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ ആകുമ്പോ അച്ഛൻ TV വാടകയ്ക്ക് എടുത്ത് വരും. എന്നിട്ട് ഇവിടുന്ന് പുതിയ CD മേടിക്കും. അന്ന് ഇവിടുത്തെ CD-ക്ക് ആയിട്ടൊരു ഇതുണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പൊ അതില്ല. അപ്പൊ അവിടുത്തെ CD മേടിച്ചിട്ടുണ്ടാവും. പുതിയ സിനിമേന്റെ CD-കൾ ഇറങ്ങുമ്പോ ആ CD പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ട് പുതിയ സിനിമ കാണും. അതായിരുന്നു അന്നത്തെ ഒരു വിനോദം. പിന്നെന്താ, അങ്ങനെ കണ്ടോ ചേച്ചി? അങ്ങനെ വേറെ കുറേ മൂവീസ് അങ്ങനെ കണ്ടതാണ്. വേറൊരു കാര്യം, ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ TV ഇല്ല എന്നുള്ളതാണ്. ഇഷ്ടമല്ല. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങള് മേടിച്ചിട്ടില്ല. അതെ. പിന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. TV എന്തോ താല്പര്യമില്ല. പിന്നെ ലാപ്പുണ്ട്, ഫോണുണ്ട്, എല്ലാവരും എൻഗേജ് ആയിരിക്കും, എല്ലാവരും ബിസി ആയിരിക്കും. TV കാണാനൊന്നും ആർക്കും വലിയ ടൈം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. ഇന്ന് മാമന്റെ വീട്ടിൽ പോയി എന്ന് കരുതിയ 3 Fold തിരിച്ചു കിട്ടി. ഇന്ന് സിനിമ കാണാൻ പോയി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ്. പക്ഷേ ഞങ്ങള് വെറുപ്പിക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിലെ മെമ്പർ തന്നെ
കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ കുറേ ആയി, വീഡിയോ കുറച്ച് ലോങ് ആയി. പിന്നെ എന്റെ ഓരോ ഘട്ടങ്ങളെ ഇഷ്ടം പോലെ ഡയറികളുണ്ട്, ഇതിലൊക്കെ ഓരോരോ മെമ്മറി ഉണ്ട്. ഇതെന്റെ കോളേജ് ടൈം ഉള്ളതാണ്, എന്റെ ഡിഗ്രി. പിന്നെ ഇത് വന്നിട്ട് എന്റെ PG പോണ്ടിച്ചേരിയിലാണ്. പിന്നെന്താ തൃശ്ശൂരുള്ളതുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുള്ള ഓർമ്മകൾ. പക്ഷെ ഇതില് ചില ഡയറി ഒക്കെ ഞങ്ങൾ എടുത്ത് നോക്കിയിട്ടാണ്. പക്ഷെ അതിൽ ചിലതിലൊന്നും ഒന്നും എഴുതിയിട്ടില്ല. എന്തിനാ ഇതെന്തിനാ ഈ വേസ്റ്റ് ഓഫ് മണി? അങ്ങനെയല്ല, കുറച്ച് തിരക്കിലായി പോയ സമയങ്ങളുണ്ടാവും. അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമുക്ക് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫീൽഡൊക്കെ പോയ ടൈമിൽ ഡയറി എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ടൈമിലൊക്കെ ഉള്ളതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ആ മെമ്മറീസ് ഒക്കെ എപ്പോഴും എനിക്ക് ഉണ്ട്. ഇവിടെ അതിപ്പോ എല്ലാവരുടെയും മെമ്മറീസ് എല്ലാവരുടെയും ഇവിടെ ഉണ്ട്. ഇടയ്ക്കിട്ട് താങ്ങും. ഓക്കെ, വാട്ടെവർ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഡയറി കളക്ഷൻ. ഇത്രയുണ്ട്, പക്ഷെ അതൊന്നും പറഞ്ഞ് തീർക്കാനുള്ള സമയമില്ല. അപ്പൊ ഇനി ഒത്തിരി ഡയറി. പിന്നെ എനിക്ക് ഇതില് രണ്ട് ഡയറി ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. അതിലൊരു ഡയറി ഇവിടെ ഇല്ല. ഒരു ഡയറി ഇതാണ്, ഈ ഡയറി 12th ഡയറി ഗിഫ്റ്റ് കിട്ടിയതാണ്. അതുപോലെ 12-ഉം 2022-ഉം ഒരു 10 year ഗ്യാപ്പിൽ എന്തൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഗെയിം കളിക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിലുള്ള മെമ്മറി നോക്കിയിട്ട് ഒക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വേണ്ടെന്ന് വെച്ചു അവസാനം ഇതന്നെ പറഞ്ഞിട്ട് കഴിയുന്നില്ല. അപ്പൊ പിന്നെ ലാഗ് ആവും, ബോറടിക്കും. അപ്പൊ പക്ഷെ കുറെ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അതെ. അപ്പൊ ഇത്രയൊക്കെ. അതെ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അത്രയേ ഉള്ളൂ. ബൈ ബൈ.